Bangladesh Achin is a very fashionable Achin. Achin's beard is always perfectly trimmed, and his outfit is special for every occasion. 60% of our church's Anamali is dedicated to Achin's kappas, and he has one for every situation. Sometimes it gets really confusing which kappa to give Achin because there's so many options. Achin, when I get confused, I pick the color of my shirt I'm wearing that Sunday. It is not a coincidence that we match most Sundays. I would now like to call upon one of our very own and talented young girls, Jessica Wilson, to sing a song for us. Thank you.
great talent in our church. And Jessalyn actually does competitions, especially in our area level. She wins many prizes for our church, and she is a great asset for us. And I look forward to seeing many more of her songs and beautiful creations. Okay, so next I would like to invite out Mr. Horace Varghese. He's from St. Basil Church, Franklin Square, and he travels to Devaloga for us as a managing member, committee member. ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യരായ മെത്രാപ്പൊലീത്തന്മാരെ, ഇന്ന് ഇവിടെ നാം ആഘോഷിക്കുന്ന വെരി റെവറൻഡ് ഡോക്ടർ ഗീവർഗീസ് ഫ്ലാന്തോട്ടം കോർപ്പിസ്കോപ്പ, വന്യ കോർപ്പിസ്കോപ്പന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ എവരും, സഭാ മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു യോഗം സെപ്റ്റംബർ 11 നാട്ടിലുണ്ടായിരുന്നു. അഭിമന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ആ സമ്മേളനത്തിൽ സംബന്ധിച്ചതാണ്. ഞാൻ ഇന്ന് രാവിലെ 9 മണിക്കാണ് എയർപോർട്ടിൽ എത്തുന്നത്. ഒന്ന് ഫ്രഷായിട്ട് നേരെ ഇങ്ങോട്ട് പോവുകയായി. അതിനു മുമ്പേ തിരുമേനി ഇവിടെ എത്തിയത് ഏത് രീതിയിലാണെന്ന് എനിക്കിപ്പോഴുള്ള സംശയം. ഞങ്ങൾ രണ്ടുപേരും ഒരു യോഗത്തിൽ ഒരു സമ്മേളനത്തിൽ ഒന്നിച്ചിരുന്നവരാണ്. തിരുമേനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് പോകാനുള്ള സാധ്യതകളുണ്ടായി കാണുമായിരിക്കും. ഞാൻ ഇന്നിവിടെ ഈ യോഗത്തിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഫ്ലാന്തോട്ടം കോർപ്പിസ്കോപ്പ അച്ഛനും ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് വളരെയധികം സ്നേഹബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അച്ഛന് ഇന്നത്തെ ഈ യോഗത്തെപ്പറ്റി പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ദൈവം നടത്തും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ തന്നെ നടക്കുകയും ചെയ്തു. ഈ യോഗത്തിന് വരാൻ എൻ്റെ മനസ്സിലെ വളരെയധികം താല്പര്യവും സന്തോഷവും ഉണ്ടായിരുന്നു. അതിന് നിദാനമായിട്ടുള്ള കാരണം, ഞങ്ങൾ തമ്മിൽ, ഞാനും ഫ്ലാന്തോട്ടം കോർപ്പിസ്കോപ്പച്ചന് പ്രായത്തിലെ വ്യത്യാസമുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ തലമുറയായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഇവിടെ അഭിമന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഓർപ്പിച്ചതുപോലെ എൻ്റെ പിതാവും ഫ്ലാന്തോട്ടം കോർപ്പിസ്കോപ്പച്ചൻ്റെ പിതാവും ജോർജ് സാറും വളരെ അടുത്ത ആത്മബന്ധമുള്ള സുഹൃത്തുക്കളായിരുന്നു. അവരൊന്നിച്ച് സുവിശേഷ ഘോഷണത്തിൻ്റെ പേരിൽ ഭവനങ്ങളിൽ കയറി ഇറങ്ങി പരസ്പരം പഠിപ്പിച്ചു. ഒരു കാലഘട്ടത്തിൽ പൗരസ്ത്യ കാതോലിക് യൂണിയൻ സൊസൈറ്റിയുടെ അമരക്കാരായിട്ട് തുമ്പപ്പൻ ഭദ്രാസനത്തിൽ എന്ന അഭിവക്ത തുമ്പപ്പൻ ഭദ്രാസനത്തിൻ്റെ ശക്തമായ നിറസാന്നിധ്യമായിട്ട് നിന്ന രണ്ട് വ്യക്തിത്വമായിരുന്നു. ഇന്ന് പ്രസ്ഥാനമായിട്ടുള്ളൊരു ബന്ധം എനിക്കുള്ളത്, ജോർജ് സാറിനെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കാരണം എൻ്റെ പിതാവിൽ കൂടി എൻ്റെ പിതാവ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഒരു അൽമായക്കാരന് ഈ വേദപുസ്തകം ഇത്ര കൃത്യമായിട്ട് വിശദമായിട്ട് പഠിപ്പിക്കാനായിട്ട് കഴിയുന്നത് അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്നു എന്ന് എൻ്റെ പിതാവ് ജോർജ് സാറിനെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതങ്ങനെ ഏതാ ജോർജ് സാറിന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു ആ സമയം. പിന്നെ ഫ്ലാന്തോട്ടം അച്ഛനെ പരിചയപ്പെടാനായപ്പോഴാണ് ഈ ജോർജ് സാറിൻ്റെ മകനാണ് ഫ്ലാന്തോട്ടം അച്ഛനെന്ന് എനിക്ക് മനസ്സിലായത്. അന്ന് മുതൽ വളരെ ഊഷ്മളമായ ബന്ധം ഞങ്ങൾ പുലർത്തുകയും കഴിഞ്ഞ പ്രാവശ്യം ജോർജ് സാറിൻ്റെ ഓർമ്മ ദിവസം ആക്കാംകുന്ന് പള്ളിയിലെ പൗരസ്ത്യ കാതോലിക് യൂണിയൻ സൊസൈറ്റിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ ഞങ്ങൾക്ക് ഇരുവർക്കും ഒന്നിച്ച് സംബന്ധിക്കാനായിട്ട് സാധിക്കും. അച്ഛൻ വിളിച്ചാനൊക്കെ ഉണ്ടായിരുന്നു. അഭിമന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി അവിടെ അത് അധ്യക്ഷം വഹിക്കുകയും ആ യോഗത്തിൽ എൻ്റെ പിതാവിനോടൊപ്പം ഞങ്ങൾക്ക് ഈ യോഗത്തിൽ സംബന്ധിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പല പൗരസ്ത്യ കാതോലിക് യൂണിയൻ സൊസൈറ്റിയുടെ സമ്മേളനങ്ങളിൽ ഞാൻ നാട്ടിൽ എപ്പോഴും എവിടെ ആ സമ്മേളനം ഉള്ളപ്പോഴും ഞാൻ പോയി സംബന്ധിക്കാറുണ്ട്. ഈ ഒരു അവസരത്തിൽ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടൊപ്പം ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഈ ഒരു വേദി പങ്കിടാനായത് ദൈവത്തിൻ്റെ ഒരു കരുണയായിട്ട് കാണുകയും ചെയ്യുക. ബഹുമാനപ്പെട്ട ഫ്ലാന്തോട്ടം കോർപ്പിസ്കോപ്പച്ചനെ ഞാൻ പറയുമ്പോൾ ഹീസ് എ ഗോൾഡൻ ആർക്കിടെക്ട് എന്ന് പറയാം ഓഫ് അവർ ചർച്ച്. അച്ഛനെ ഞാൻ ആദ്യം കാണുന്നത് ദുബായ് സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് വന്ന് ചാർജെടുക്കുന്ന സമയം അന്ന് ഞാൻ ദുബൈയിൽ ഉണ്ടായിരുന്നു. ഞാൻ ദുബൈയിൽ ഇങ്ങോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ്.
ആ സമയത്ത് അച്ഛനെ അവിടെ പള്ളിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിൽപ്പുണ്ട്. പള്ളിയിൽ അന്ന് പറയുന്ന പഴയ ദുബായ് പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അത്രയും ഫാമിലിയുള്ള ഒരു പള്ളിയാണ്. 3000-ഓളം ഫാമിലികൾ അന്നുണ്ടായിരുന്ന ഒരു ദേവാലയം, വളരെ ചെറിയ ദേവാലയമാണ് അന്ന്. ആ ദേവാലയം പുതുക്കി പണിയുന്ന സന്ദർഭത്തിൽ അച്ഛനെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കുന്ന ആ സന്ദർഭം എൻ്റെ മനസ്സിൽ ഇപ്പോൾ മാറാതെ പോലും അച്ഛനെ പറ്റി അത്ര മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവായിരുന്നു. പക്ഷേ ആ പള്ളി ഇന്ന് മലങ്കര സഭയ്ക്ക് ഏറ്റവും പ്രചോദനം നൽകുന്ന ഏറ്റവും പ്രശസ്തമായ ദേവാലയം നിർമ്മിക്കുവാനായിട്ട് അച്ഛൻ്റെ കാര്യങ്ങളെ ദൈവം ഒരുക്കിയത് ഒരു വലിയ മഹത്വമായിട്ട് കാണും. കാരണം പലപ്പോഴും ഈ ദേവാലയങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ എല്ലാ വൈദികർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാകാൻ സാധിക്കില്ല. അവർ നിർമ്മിക്കുകയല്ല, ഈ ജനങ്ങളെ മുഴുവൻ ഒന്നിച്ച് മാനസികമായിട്ട് കൊണ്ടുവരികയും ഒരു ദേവാലയം സഭയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം അതിൻ്റെ യാതൊരു പേരുമെടുക്കാതെ അവിടെ മറന്നു പോവുകയും ചെയ്യുന്ന വൈദികരെ വളരെ നന്ദിയോടെ ഓർക്കുവാൻ. ഇത്ര മഹത്തരമായ ഒരു പേര അച്ഛൻ അവിടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ബിലായിൽ MG സ്കൂളിൽ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ വിവിധ മേഖലകളിലെ ദൈവ പ്രവർത്തനത്തെ പറ്റി ഇവിടെ പ്രതിപാദിച്ചു. അച്ഛൻ നല്ല ഹീസ് എ ഗോഡൻ ആർക്കിടെക്ട് ഓഫ് അവർ ചർച്ച്. രണ്ടാമതായിട്ട് എനിക്ക് അച്ഛനെ പറ്റി പറയാനുള്ളത് ഈസ് എ ഗ്രേറ്റ് ടീച്ചർ. ഒരു നല്ല ഗുരുവാണ്. ഒരു നല്ല ഗുരുവിന് അച്ഛൻ ഇവിടെ വന്ന് പഠിച്ചിട്ടാണ് ഡോക്ടറേറ്റ് എടുത്തു. അച്ഛന് ഇപ്പോൾ വേണ്ടി 5 പുസ്തകങ്ങൾ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ പുസ്തകങ്ങളിൽ അച്ഛൻ പറയാം, അച്ഛൻ്റെ മനസ്സിൽ തട്ടി പഠിച്ച വിഷയങ്ങൾ ഭാവിക്ക് വേണ്ടി ഇവിടെ പ്രദാനം ചെയ്യുക. നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിൽ സൂക്ഷിക്കുക. പക്ഷെ ഇവിടെ അച്ഛൻ ചെയ്തത്, അച്ഛൻ പഠിച്ചതും അച്ഛൻ്റെ അനുഭവങ്ങളും എല്ലാം കൂടി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമായിട്ട് മുമ്പിലേക്ക് നമുക്ക് വിരിച്ചു തരിക. വളരെ മഹത്തരമായ ഒരു കർമ്മമാണ് അച്ഛൻ ചെയ്യുന്നത്. അച്ഛന് ഒരു ധന്യനായ ആചാര്യനായിട്ട് ഞാൻ കാണുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഹംബിളായി അച്ഛൻ്റെ ഹ്യൂമിലിറ്റി ഞാൻ എപ്പോഴും സൂക്ഷിച്ച് നോക്കാറുണ്ട്. പലർക്കും ഇല്ലാത്ത ഒരു വലിയ ഒരു പദവിയാണ് അച്ഛന് ആ രീതിയിൽ ആൾക്കാരുടെ മനസ്സിലൂടെ നിറവേറ്റുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, വൈദികർ, ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് വൈദികരും മെത്രാപ്പൊലീത്തമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ ബന്ധങ്ങളുടെ ഊഷ്മതകൾ എനിക്ക് കുറേ കൂടി വ്യക്തമായി വരികയാണ്. ആളുകളെ സംബന്ധിച്ച് മെത്രാപ്പൊലീത്തമാരെക്കാട്ടിൽ കൂടുതൽ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്നത് വൈദികർ. കാരണം അവരുടെ സ്പന്ദനങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം ഉൾക്കൊള്ളുവാൻ, നേരിട്ട് ഇടപെടുവാൻ ഒക്കെ സാധിക്കുന്ന വൈദികർക്ക് മാത്രമാണ്. ആ വൈദികർ മെത്രാപ്പൊലീത്തമായ പൊതുവായിട്ടുള്ള ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കുമ്പോൾ വൈദികർ നേരിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അവരെ ഒന്നിച്ച് മനസ്സുകൊണ്ട് യോജിപ്പിക്കുകയും ദൈവവേദിയിലേക്ക്, വിശുദ്ധ വേദിയിലേക്ക് ദേവാലയങ്ങൾ പണിയുകയും സഭ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ കർത്തവ്യം ചെയ്യുന്ന വൈദികരെ നമ്മൾ എന്നും ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യും. അച്ഛൻ്റെ മറ്റൊരു അനുകരണീയമായിട്ടുള്ള മഹത്വം ഇവിടെ കണ്ടത്, അദ്ദേഹം നല്ലൊരു കുടുംബനാഥനായി. കൊച്ചമ്മയെ പറ്റി ഇവിടെ പറഞ്ഞു, നല്ലൊരു കുടുംബം പുലർത്തുന്നു, നല്ലൊരു സാക്ഷ്യമുള്ള ഒരു കുടുംബം പുലർത്തുന്ന ഒരു വൈദികന് മാത്രമേ സാക്ഷ്യമുള്ള ഒരു ഇടവക ഭരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് അച്ഛൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത മഹത്തരമായ ഒരു കൃത്യമാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ വരച്ച് കണ്ടത്. പരിശുദ്ധ വേദപുസ്തകത്തെ പറ്റി പറയുമ്പോൾ സംസ്കൃതത്തിൻ്റെ ഒരു പദം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പറയാറുണ്ട്. ഇവിടെയുള്ളത് മറ്റും പലയിടത്തും ഉണ്ടായിരുന്നു, എന്നാൽ ഇവിടെ ഇല്ലാത്തത് മറ്റൊരിടത്തും കാണത്തുമില്ല. അതായത് ഒരു പൂർണ്ണതയെ പറ്റി പറയുക, ഒരു വൈദികൻ, ഒരു കുടുംബനാഥൻ, ഒരു ധന്യനായ നേതാവ് എന്നുള്ള രീതിയിൽ പൂർണ്ണത നേടിയ വർഗീസ് പ്രാന്തപ്പച്ചൻ്റെ ധന്യമായ മഹത്വം കൊണ്ടും ഗുരുത്വം കൊണ്ടും തേജസ്സാർന്ന 70 വർഷങ്ങൾ ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നു. അച്ഛന് കുടുംബത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഒരു കാര്യം കൂടെ ഇവിടെ ഞാൻ നിർവഹിക്കാനായിട്ട് അഭിമന്യ ഗബ്രിയേൽ മാർ സിനിമയുടെ ഞാൻ ക്ഷണിക്കുകയാണ്. പൗരസ്ത്യ കാതോലിക്ക യൂണിയൻ സൊസൈറ്റിയുടെ പേരിൽ അതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ
തിരുമേനി ആ സംഘടനയുടെ പേരിൽ പ്ലാന്തോട്ട എപ്പിസ്കോപ്പാച്ചനെ പരിശുദ്ധ സഭയുടെ പേരിൽ ഇറക്കിയിട്ടുള്ള ഒരു മുദ്രണം ചെയ്ത ഒരു മെഡാലിയൻ ഇവിടെ സമർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജൂബിലിയോട് അനുബന്ധിച്ച്. Next, I would like to call upon another uncle to give a speech. This uncle's name and picture is in every Orthodox newsletter and in the Malayalam Patram very often. This uncle is none other than the late trustee of the Northeast American Diocese, Mr. Varghese Polpenka. Your Graces, very reverend and reverend fathers, sisters and brothers in Jesus Christ. സർവോപരി സർവാഭരണ വിഭൂഷിതനായിരിക്കുന്ന 70-ന്റെ നിറവിലിരിക്കുന്ന ബഹുമാന്യ വർഗീസ് പ്ലാന്തോട്ടം കോർപ്പിസ്കോപ്പ കുമാരി കൊച്ചമ്മ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. I just want to say, I'm not too excited to say that I'm here to celebrate the 70th birthday of Corpus Copa, but I would rather say that we are here to celebrate the decorated life of Ramdata Lachan. He has been in many places that I don't even, or I can't even pronounce the name of the places. He has cut through the waves of uncertainties, still flying in its heights, achieving many, many things, but staying down to earth. That is his quality. He has decorated his life as a dedicated priest, renowned writer, an educationist, a activist, and a leader who can touch the hearts of the people. അച്ഛനുമായിട്ടുള്ള എൻ്റെ ബന്ധം അച്ഛനീ അമേരിക്കയിൽ വന്ന കാലം മുതലുള്ളതാണ്. എൻ്റെ ഒരു ഗുരുവും അതുപോലെ ഒരു ഉപദേഷ്ടാവും എന്ന രീതിയിൽ അച്ഛൻ കാണാറുണ്ട്. പലപ്പോഴും അച്ഛനോട് സംസാരിക്കുമ്പോൾ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ നിമിഷങ്ങളും എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ഭദ്രാസന ലെവലിൽ ഉള്ള ഒരു ഭദ്രാസന കൗൺസിൽ മെമ്പറായിട്ട് ഇലക്ഷൻ എത്തുന്ന കാര്യത്തെക്കുറിച്ച് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കില്ല, പ്രവർത്തനം അത് മനസ്സുകൊണ്ട് കുറച്ച് കാര്യമാണെങ്കിൽ മുന്നോട്ട് ഇറങ്ങണം. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ സന്ദർഭത്തെക്കുറിച്ച് ഓർക്കുന്നത് കാട്ടിലെ പാൽകുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലായി തീർത്ത കവിഭാവനയുടെ ദൈവികത്വം ഞാനവിടെ നിറഞ്ഞു. അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 15-ലേറെ ദേവാലയങ്ങളിൽ പല രാജ്യങ്ങളിലായിട്ട് സേവനമനുഷ്ഠിച്ചു, പുസ്തകങ്ങൾ എഴുതി. 5 പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞു. ഞാൻ
എനിക്കറിയാവുന്നിടത്തോളം അച്ഛൻ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ കൺഫഷൻ, റിപ്പൻറ്റൻസ്, അതിലുപരിയായിട്ട് ലൈഫ് ബിയോണ്ട് ടോം, ചൗകുടിയിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ജീവിതം, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛന്മാർ തന്നെ പ്രോത്സാഹിപ്പിക്കണം. ഒരു ഓട്ടോബയോഗ്രഫി എഴുതാനായിട്ട് അതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അച്ഛൻ്റെ ബഹുമുഖമായ കഴിവുകൾ പലപ്പോഴും അമേരിക്കൻ ഭദ്രാസനത്തിൽ അത് വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പലപ്പോഴും ഇടിച്ചു കയറുന്ന സ്വഭാവക്കാരനല്ലാത്തതുകൊണ്ട്, ശാന്തശീലനും സൗമ്യനുമായതുകൊണ്ട് പലപ്പോഴും മുൻനിരയിലേക്ക് വരാൻ പറ്റാതെ വരുന്നു. എന്നാൽ ഭാഗ്യ സ്മരണാർത്ഥനായ അഭിവന്യ ഭരണവാസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ കഴിവുകളെ തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ കാണുകയും ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിളിച്ച് കോറോസ്കോപ്പയായിട്ട് ഉയർത്തുകയുണ്ടായി. വളരെ മഹനീയമായ ആ ഒരു പദവി അദ്ദേഹം അത്രമാത്രം അർഹനായിരുന്നു തിരുമേനി കണ്ടു. അദ്ദേഹത്തെ തിരുമേനി അത്രമാത്രം സ്നേഹിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഈ അവസരത്തിൽ അച്ഛൻ്റെ 70ാം ജന്മദിനവും തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 43ാം വാർഷികവും താൻ കുറിച്ചു വെച്ച അനുഭവങ്ങളുടെ അറിവിൻ്റെ ഭണ്ഡാരവും തുറക്കുന്ന ഈ അവസരത്തിൽ അച്ഛനും കൊച്ചമ്മയ്ക്കും നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ പേരിൽ തിരുമേനിക്ക് ഇന്ന് ഇവിടെ വരാൻ സംഗതിയായില്ല. തിരുമേനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പോകേണ്ടിയിരുന്നു. ഭദ്രാസനത്തിൻ്റെ പേരിൽ, എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ, വ്യക്തിപരമായ പേരിൽ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ എല്ലാ ഭാരവാഹികളും പ്രത്യേകിച്ച് കൺവീനർ ജോമോനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. Uncle was definitely right about one thing. We are here to celebrate Glenn Hutchins' life and his accomplishments. Thank you, Uncle, for bringing that into our perspectives. Next, we have Filippo Sam. He is treasurer of the Council of Indian Orthodox Churches. But on a more personal note, he is also the brother of one of our church members, Saji, also known, his official name is Thomas George. ആദരണീയരായ അഭിവന്യ തിരുമേനിമാരെ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, വൈദികരെ, ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് ക്ഷണിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമേ തന്നെ അറിയിക്കുക. ഒരു പൗരോഹിത്യ പദവിയിൽ 27ാമത്തെ വയസ്സിൽ കയറി 43 വർഷം പിന്നിട്ട് ഒപ്പം ജീവിതത്തിൻ്റെ 70ാം വയസ്സ് ആഘോഷിക്കുന്ന ഈ ധന്യമായ മുഹൂർത്തം, അതിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം തമ്പുരാൻ എനിക്കും ഇടയാക്കിയതിനുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഉയർച്ചയ്ക്കും പിറകിൽ ഒരാളുണ്ട്. അത് പല സന്ദർഭങ്ങളിലും വിസ്മരിക്കപ്പെടുകയും ചെയ്യും. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഓഫ്കോഴ്സ് കൊച്ചമ്മയാണ് അതിൻ്റെ പിറകിലുള്ള ആ ഉയർച്ചയുടെ, എല്ലാ ഉയർച്ചയുടെയും പിറകിലുള്ള വ്യക്തി. അത് ഏത് മനുഷ്യ ജീവിതം എടുത്താലും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യന് എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അച്ഛൻ്റെ പൗരോഹിത്യ വേല, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മുമ്പേ നടക്കുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബ്രിഡ്ജ് ബിൽഡർ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ബിൽഡ് ചെയ്യുന്ന ആളാണ് ഒരു പുരോഹിതൻ്റെ പ്രവൃത്തി. പാലം അടിക്കുന്നവനല്ല,
പാലം പണിയുന്നുണ്ട്. എനിവേ, ഈ പൗരോഹിത്യ ജീവിതത്തിൽ തുടർന്നുള്ള വർഷങ്ങളിൽ അച്ഛന് വളരെ ഭംഗിയായിട്ട് ആ വേല നിർവഹിക്കുവാൻ ഇടയാക്കട്ടെ. ഞാൻ ഇന്നലെ ഇന്റർനെറ്റിൽ വായിച്ചു, മുമ്പേ സമയലക്ഷം പറഞ്ഞതുപോലെ 70 വയസ്സ് ഒരു വലിയ പ്രായമല്ല. 127 വയസ്സ് പൂർത്തിയാക്കിയ ഒരു സ്ത്രീയുടെ ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ച മെക്സിക്കോയിൽ കൊണ്ടാടുകയുണ്ടായി. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള സ്ത്രീ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മനുഷ്യന്റെ ആയുസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ, 70 വയസ്സ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സീനിയർ സിറ്റിസന്റെ പദവിയിലേക്ക് കയറിയെങ്കിലും ഇത് ഒരു തുടക്കം മാത്രമാണ്. ദൈവം തരുന്ന സൃഷ്ടായുസ് അച്ഛനെ ഭംഗിയായി നിർവഹിക്കാൻ ഇടയാക്കട്ടെ. ഞാൻ ഉൾക്കൊള്ളുന്ന കൗൺസിൽ ഓഫ് ചർച്ചസ്, ഇവിടെയുള്ള ഓർത്തഡോക്സ് പള്ളികൾ ചേർന്നുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഒപ്പം ഞങ്ങളുടെ ഉപകാരം സമർപ്പിക്കുവാനായിട്ട് അതിൻ്റെ സെക്രട്ടറി വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അച്ഛൻ ജോൺ തോമസ് അച്ഛന് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഞങ്ങളെ ക്ഷണിച്ചതിനുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. Is somehow related to or knows everyone. He really is a celebrity. Every time there is someone new in our church, the newcomer introduces himself and his family and says his place in India. By the end, the Achan says, "Mone, nanu varunna." So idare enakku Achan's video vidam ennu karuthunnu. Now coming up is another man who knows everyone and has taught everyone. Up next we have K.E. Samuelson, the well-respected, admirable mathematician and teacher. Whenever someone new comes to our church, it is no surprise that they were one time a student of our dear son. I think he has taught everyone. സെൻറ്റ് സേവിയേഴ്സ് വനകര ഓർത്തഡോക്സ് ചർച്ച് സെഗ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തങ്ങലിപികളാൽ രേഖപ്പെടുത്തിയ ഒരു ദിവസമാണ്. 1994 സ്ഥാപിതമായ ദേവാലയത്തിൽ പല വികാരിമാർ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതുപോലെ ഭാഗ്യം ചെയ്ത ഒരു വികാരിയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാരണം 70-ാമത്തെ വയസ്സ്, അദ്ദേഹത്തിന് 70 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടുമല്ലോ. കാരണം 1955 അല്ലെങ്കിൽ ആ വർഷങ്ങളിൽ കാതലിക്കറ്റ് ഹൈസ്കൂളിൽ ഞാൻ അധ്യാപകനായിരുന്ന ആ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു ചെറിയ ശാന്തനായ സൗമ്യനായ ഒരു കൊച്ചു പയ്യന്, ആ പയ്യൻ്റെ പേര് PG വർഗീസ്. ആ വളരെ ശ്രദ്ധാപൂർവം ക്ലാസ് അറ്റൻഡ് ചെയ്യുക, വളരെ ഭയഭക്തി ആദരവോടുകൂടി അധ്യാപകരോടും ഇടപെടുക. കാരണം തൻ്റെ കുടുംബത്തിൽ തന്നെ വളർത്തുന്ന ആ രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ആയിരുന്ന ബഹുമാന്യനായ ജോർജ് സാർ കുമ്പോൺ ഭദ്രാസനത്തിലെ ഒരു ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം പത്തനംതിട്ട ടൗൺ UPSലെ ടീച്ചറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് പടിഞ്ഞാറേ മണ്ണിൽ അച്ഛൻ്റെ പെങ്ങളായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും അദ്ദേഹം ഒരു ദൈവീയ അന്തരീക്ഷത്തിൽ വളർന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇത്രയും ഒരു കാരണം ഗുരു ശിഷ്യ ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹാൻ വ്യക്തിയാണ്. അദ്ദേഹം വളരെ സംഘാടക എല്ലാ കാര്യങ്ങളും
വളരെയേറെ ആത്മാർത്ഥതയോട് പ്രവർത്തിക്കുകയാണ്. 3 വർഷം 1911 മെയ് മാസത്തിലാണ് ഞങ്ങളുടെ വികാരിയായിട്ട് ആരെയും വെറുപ്പിക്കാതെ, ആരെയും സൈഡ് പിടിക്കാതെ, ഇത്രയും മനോഹരമായി, ഇത്രയും അന്തസ്സായി പെരുമാറുന്ന ഒരു പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കതിൻ്റെ അഭിമാനമുണ്ട്. കാരണം എനിക്ക് നട്ടൽ നോക്കി നേരത്തെ പറയാം, ഞാൻ പഠിപ്പിച്ച പയ്യനാണ്, അതുകൊണ്ടാണ് ഇത്രയൊക്കെ നന്നായിരിക്കുന്നത്. കാരണം എൻ്റെ മുമ്പിൽ വേറൊരു സ്റ്റുഡൻറ്റ്, ഒരു പട്ടക്കാരനുണ്ട്, എൻ്റെ സ്റ്റുഡൻറ്റ്, അദ്ദേഹത്തെയും ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛന് അദ്ദേഹത്തെയും പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ ചൊരിഞ്ഞ ഒരു കുടുംബമാണ് രാമതോട്ടത്തിലെ അച്ഛൻ്റെ കുടുംബം. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ 70 വയസ്സെന്ന് പറഞ്ഞാൽ ഒന്നും ഒരു പ്രായമൊന്നുമല്ല. ഇപ്പോഴും നല്ല ചുമക്കുട്ടിയാണ്. ദേവാലയത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമോ, ഒരു പ്രശ്നം ഉണ്ടാക്കുമോ ഒന്നും ചെയ്യാതെ ഇത്ര ശാന്തമായി സൗമ്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി വേറെ ആരെയും കണ്ടിട്ടില്ല. ശമൂലത്തിനെ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു, ഈ അച്ഛൻ്റെ സേവനം ഈ ഭദ്രാസനത്തിൽ മറ്റ് പള്ളികളിലൂടെ വേണമെന്ന്. അങ്ങനെ അരുതേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹം പുരുഷനാകുന്നവരെ അദ്ദേഹം ഞങ്ങളുടെ ഒരു വികാരിയായിട്ട് തന്നെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, കൊച്ചമ്മ എല്ലാ കാര്യത്തിലും അച്ഛൻ്റെ വലം കൈയായിട്ട് കൂടെ എപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ, മോനും മോളും, ആ കുടുംബം എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന നിലയിൽ എനിക്ക് ഈ ആശംസകൾ അർപ്പിക്കുവാൻ ഒരു സന്ദർഭം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് വളരെയേറെ ആദരവുണ്ട്, വളരെ കടപ്പാടുണ്ട്. എൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഞാൻ ബഹുമാനപ്പെട്ട അച്ഛന് നേർന്നുകൊണ്ട് എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. So far, all the presenters who have spoken great things words about Achin. And this is because he had such a great teacher who was none other than Shamuel's son. So thank you, Sar, for coming out and giving a few words on behalf of Achin. Next, we're going to take this a little. Up next, we have an astute and very revered professor, Professor Matthew George, who will now come up and say a few words. അഭിവന്യ തിരുമേനിമാരെ, വന്യ വൈദികരെ, പ്രിയ സ്നേഹിതരെ, കുഞ്ഞുങ്ങളെ, നമസ്കാരം. ബഹുമാനപ്പെട്ട റാന്തോട്ടത്തിൽ അച്ഛൻ്റെ 70ാം ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ കുടുംബാംഗങ്ങളായ ഞങ്ങൾക്ക് ഇതിൽ സംബന്ധിക്കുമ്പോൾ പ്രത്യേക സന്തോഷമാണുള്ളത്. ഏതാണ്ട് 43 വർഷങ്ങൾക്ക് മുമ്പ് വൈദികനായ അച്ഛൻ ഈ ശ്രേഷ്ഠമായ നിലയിൽ എത്തിച്ചേർന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും അതിനിടെയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. മൂത്ത മകൻ ഒരു വൈദികനാകണമെന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ. അനേകായിരങ്ങളുടെ മുമ്പിൽ സ്വർഗീയമായ ആരാധന അർപ്പിക്കുന്ന ഇമ്പകരമായ ഒരു ശബ്ദത്തിൻ്റെ ഉടമയായിരിക്കണം ഈ വൈദികനെന്ന് നമ്മുടെ സഭയിലെ ഒരു സുവിശേഷൻ കൂടിയായ ഞങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു. ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആഗ്രഹം ദൈവം സഫലീകൃതമാക്കി. 43 വർഷക്കാലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അച്ഛൻ സഭയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ ഞങ്ങൾ സ്മരിക്കുകയാണ്. 1971 പരിശുദ്ധ ബെസേലിയോസ് മാത്യൂസ് പ്രഥമ ബാവായിൽ നിന്ന് കൽപ്പന വാങ്ങിക്കൊണ്ട് കാൺപൂർ, ലക്നൗ ഇടവുകളുടെ വികാരിയായി യാത്ര തിരിച്ചതാണ് ഈ ആത്മീയ യാത്ര. അതിൽ ഞങ്ങളുടെ ജ്യേഷ്ഠത്തെ കുമാരി അമ്മാമയും കൂടെ ഉണ്ടായിരുന്നുവെന്ന ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആ യാത്ര തുടങ്ങുന്ന ദിവസം ഇന്നലെ പോലെ ഞാൻ സ്മരിക്കുന്നു.
ക്ലേശകരമായ അനുഭവങ്ങൾ ഈ യാത്രയ്ക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ടച്ച് ചെയ്യുന്ന വിഷയങ്ങളാണ്. വൈദികരുടെ പിന്നിൽ ഒരു കുടുംബവും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നാം പലപ്പോഴും വിസ്മരിച്ച് പോകാറുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം അച്ഛന് ദൈവം താങ്ങും തണലുമായിരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ദുബായിലെ അതിമനോഹരമായ ദൈവാലയത്തെപ്പറ്റി നാം കേൾക്കുകയുണ്ടായി. അച്ഛൻ അവിടെ വികാരിയായിരുന്നപ്പോൾ പടുത്തുയർത്തിയ മനോഹരമായ സൗധമാണ് ദുബായ് സെന്റ് തോമസ് കത്തീഡ്രൽ. ഇന്ന് മലങ്കര സഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനമായി ആ സൗധം നിലകൊള്ളുന്നു. 70ന്റെ നിറവിൽ എത്തിച്ചേർന്ന അച്ഛൻ എല്ലാ നിലയിലും ദൈവാനുഗ്രഹം നേടിയ വ്യക്തി തന്നെയാണ്. ഇന്ന് അമേരിക്കൻ ഭദ്രാസനത്തിലെ എൽമോണ്ട് ഈ ഇടവകയുടെ വികാരി, സെന്റ് ആന്റോണിയോസ് എൽമോണ്ടിന്റെ വികാരി അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. ഈ ഇടവക അച്ഛനോട് കാണിക്കുന്ന സ്നേഹ ബഹുമാനങ്ങൾക്ക് ഞങ്ങളും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. 70ാം ജന്മദിനം കൊണ്ടാടുന്ന ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Uncle, for giving us more information about our Achin. Next, I would like to introduce Achin's two children, Sonia Uncle and Omni Auntie, to give us a little bit about their perspective. Glory to the Father, and to the Son, and the Holy Spirit. Distinguished guests, His Grace Gabriel Marcadorios, His Grace Georgis Mariolios, respected Achins and friends. We've all gathered here for the sole purpose of honoring Very Reverend Dr. Varghese Plavin Karpascopa, our dear dad, whom we call Papa, on crossing two major milestones. On July 12, 1944, 70 years ago, Rajan was the first among 4 children born to our grandparents, George and Janine. Some of the key events of the last 70 years that our dad has been a part of include the World War, the Cold War, the respective ends, the independence of India, space races, the dawn of the internet, and the Facebook age as we know it today. As commented in one said, 70 is typically the time of age when you stay young mostly by living honestly, eating slowly, and of course, lie about your age. When we think of our Papa, there's a quote that Mark Twain made at his 70th birthday that we believe sums him and how we perceive him. The 70th birthday is the time of life when you arrive at a new and awesome dignity and stand unafraid and boldly look down and teach unrebuked. And thanks to God, Papa, you've done just that, and are still going strong today in the ministry of our law, and even most recently published 5 books at this juncture of his life. Today we also celebrate the 43rd anniversary of Papa's ordination to priesthood. Our grandparents were God-fearing religious Christians who stood steadfast in their Orthodox faith and planted seeds of their virtuous qualities on their 4 sons. 69 years ago, our dad accidentally swallowed a large coin and was miraculously saved. On that day, his parents vowed to submit their firstborn to the holy priesthood. After graduating with a bachelor's in math, he refused a lucrative academic position in his hometown to follow the divine call he experienced to move into his destined vocation. He was ordained to priesthood on June 29, 1971, and was sent as a young priest by His Holiness Marthoma Matthews I of blessed memory to the largest Hindu region in present-day Kanpur and Lucknow. There began an illustrious ministry that spanned over 20 parishes and congregations in the Indian subcontinent, Africa, the Middle East, the Far East, Europe, and North America, providing a spiritual leadership to over tens of thousands of Indian Orthodox Christians, and establishing some of the largest churches and schools by our church today, due to his organizational skills. The present Catholicos of our church, His Holiness Paulo II, a theological seminary junior classmate of Papa, said, a general body meeting was held in Dubai of over 3,500 people. Achin, you must provide training sessions to our current and future priests
on how to ably manage the meetings as an attestation of his administration capabilities. Now we know why our dad ended up with gray hair much ahead of his 70th birthday. As His Holiness Didymus Bawa of blessed memory said at Papa's 60th birthday celebration, his gray was a privilege, or bhagya in Bawa's words, which provided him the grace to brave the various storms that challenged him in his ministry. He has been serving the Diocese of America for the last 2 decades. On the 30th year of priesthood, he was consecrated Corpus Scopus by His Grace Mother Barnabas of blessed memory in honor of his services rendered to the Church. At the age of 60, God blessed Papa to achieve a high level of theological knowledge, and he successfully finished the doctorate program from St. Vladimirs. Any mention of Papa's achievements would be incomplete if we didn't mention our dad's greatest fan and supporter in all his endeavors, our extraordinary mother, Kumari, who has been our dad's unfailing partner since their marriage 43 years ago. In case we don't say it again, enough, Mom. Thank you very much for the constant praise and support. It is often said, when done right, the life of a parent never ends, and sometimes it just gets multiplied by also being a grandparent. Our parents exemplify this in the love and care they give our kids, Ansley, Emil, and Sarah. We would like to take this opportunity to thank our families and friends for their constant prayers and support. You have been our great Father's greatest support, and we are here for our Father's endurance, and we thank you for joining us today to cheer him on. We'd like to thank our respected Thirumenis and Achans for gracing this occasion and being here with us to help, celebrate our dad's greatest day. We also like to thank St. Basilius Orthodox Elmwood Church parishioners, committee members, the special committee coordinating the program today, and all the participants for putting together such a well-orchestrated event. This is a great privilege honored upon our dad. Let's give them a round of applause, please. Papa, your amazing qualities are as an incredible church leader with an unquestionable integrity, constant optimism, and an unfailing love as a parent are big footprints for us to follow. But we will do our best to pass it down to our kids as we still learn from you today. Thank you for your guidance and for being such a great influence throughout our lives. We indeed are very lucky to have you as our Father and God. We sincerely pray that on this day we celebrate your Saptadik and 43 years in His service, our Lord God continues to shower you with His blessings, wisdom, and help. Thank you all. We all know Pamela Legends family, and they're all such very, absolutely terrific people. I'd now like to pass the mic on to our very eloquent speaker, Mrs. Lisa George. അഭിമന്യ തിരുമേനി, ഇന്നത്തെ ആഘോഷങ്ങളുടെ കേന്ദ്രബിന്ദു ഞങ്ങളുടെ പ്രിയങ്കരനായ പ്ലാന്തോട്ടമച്ചൻ, അഭിമന്യ വൈദികരെ, കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം എന്ന് പറയുന്നത് അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഒരു എഴുത്തുകാരനെയോ അല്ലെങ്കിൽ എഴുത്തുകാരിയെ സംബന്ധിച്ച് അവരുടെ ഒരു കവിതയാകട്ടെ, ഉപന്യാസമാകട്ടെ, ഒരു പുസ്തകമാകട്ടെ, അതൊരു സൃഷ്ടിക്ക് ജന്മം കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ സന്തോഷം അത് അനിർവചനീയമാണ്. ഇന്നിവിടെ ആഘോഷിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സപ്തതി. 2, അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ 43ാം വാർഷികം. 3, അച്ഛൻ എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം. ഈ 3ഉം ഒരുപോലെ വിലപ്പെട്ടതാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതിൽ അഗ്രഗണ്യമായിരിക്കുന്നത് പുസ്തക പ്രകാശനം തന്നെയാണ്. കാരണം ദൈവം ആയുസ് തന്നിട്ടുള്ള ഏതൊരു വ്യക്തിക്കും സപ്തതി ആഘോഷിക്കാം.
ഏതൊരു വൈദികനും പൗരോഹിത്യത്തിൻ്റെ നാഴികക്കല്ലുകൾ പിന്തുടരാം. പക്ഷേ ഒരു എഴുത്തുകാരനാവാൻ എല്ലാവർക്കും ആവില്ല. അതിന് കലയുണ്ടാകണം, കഴിവുണ്ടാകണം, ആശയമുണ്ടാകണം, അത് അവതരിപ്പിക്കാനുള്ള അഭിഭാഷ കാണണം. മനസ്സിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളെ അക്ഷരങ്ങളുടെ രൂപത്തിലാക്കി അത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല. അത് ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മുടെ പ്രാന്തോട്ടം അച്ഛൻ എഴുത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു. അതിൻ്റെ പരിണിത ഫലമായി ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്നത് 1 അല്ല 2 അല്ല 5 പുസ്തകങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചെറിയ ലേഖനമോ ഒരു കവിതയോ ഒക്കെ മാത്രം എഴുതാൻ വിഷമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് നമ്മളെ ഏറെ ഞെട്ടിപ്പിച്ചുകൊണ്ട് 5 പുസ്തകങ്ങൾ ഒന്നിച്ച് റിലീസ് ചെയ്ത് ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കുവാൻ ഇവിടെ പോകുന്നത്. ഇതിനുവേണ്ടി അച്ഛൻ ചെലവഴിച്ച സമയവും അനുഭവിച്ച ബുദ്ധിമുട്ടുകളും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കുമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇതിലൊന്നാമത്തെ പുസ്തകം ഹോളി കുർബാനയാണ്. എ ഗൈഡ് ഫോർ എ മീനിങ്ഫുൾ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ഹോളി കുർബാന ഇൻ ദി ഓർത്തഡോക്സ് ചർച്ച്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയുമ്പോഴാണ് ആ പ്രാർത്ഥന പൂർണ്ണമാകുന്നത്. അങ്ങനെ ആ പ്രാർത്ഥനയെ, ആ വിശുദ്ധ കുർബാനയെ അർത്ഥപൂർണ്ണമാക്കും വിധം അതിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചുമുള്ള വിശകലനമാണ് അച്ഛൻ്റെ ഒന്നാമത്തെ പുസ്തകം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മനസ്സിലാകാത്ത രീതിയിൽ ആംഗലേയ ഭാഷയിൽ രചിതമായ ഈ പുസ്തകം എല്ലാ വിശ്വാസികൾക്കും ഒരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തെ പുസ്തകം റെപ്പൻറ്റൻസ്, കൺഫെഷൻ ആൻഡ് ഹോളി കമ്മ്യൂണിയൻ. പാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും പാപപരിഹാരത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നു. ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ പുസ്തകം ലൈഫ് ബിയോണ്ട് ദി ഗ്രേവ്. പലപ്പോഴും സാധാരണക്കാരായ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും വഴിവിട്ട ഒരു രീതിയിലല്ല, അതിലൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു ചിന്താശൈലിയാണ്, ഒരു ചിന്താധാരയാണ് അച്ഛൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നശ്വരമായ ജീവിതത്തിൽ നിന്നും അനശ്വരമായ ജീവിതത്തിലേക്കുള്ള ഒരുക്കത്തെക്കുറിച്ചും ഓർത്തഡോക്സ് ഫ്യൂണറൽ, സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, റിസറക്ഷൻ, പാരഡൈസ് ആൻഡ് ഹെൽ, അങ്ങനെ നാം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നാലാമത്തെ പുസ്തകം എ ഗൈഡ് ടു ഹോളി ലാൻഡ്. പലതവണ ഹോളി ലാൻഡ് സന്ദർശിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്, അതിന് ഭാഗ്യം ലഭിച്ച ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ പ്രാന്തോട്ടം അച്ഛൻ. കഴിഞ്ഞ മെയ് മാസം സെന്റ് എസേവിയോസ് ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 40ഓളം വരുന്ന അംഗങ്ങൾ ഹോളി ലാൻഡ് യാത്ര പോവുകയുണ്ടായി. ബഹുമാനപ്പെട്ട അച്ഛനായിരുന്നു ആ ടീമിന്റെ ക്യാപ്റ്റൻ, ഗൈഡ്. അന്ന് യാത്ര പോയ പലരെയും ഞാനിപ്പോൾ ഈ വേദിയിൽ കാണുന്നു. നമ്മൾ കേരളം അറിയാം, അന്നത്തെ യാത്രയുടെ വിജയം എന്ന് പറയുന്നത് അച്ഛൻ്റെ ഗൈഡൻസ് ആയിരുന്നു. അച്ഛന് കിട്ടിയ അനുഭവ സമ്പത്തും അച്ഛൻ ഓരോ കാര്യങ്ങളും വിശദീകരിക്കുകയും പറയുകയും ചെയ്തതിൻ്റെ പേരിലാണെന്ന് അന്ന് ആ ഒരു ട്രിപ്പ് വിജയിച്ചു എന്നുള്ളത് ഐക്യ കണ്ടേന അന്ന് പോയ എല്ലാവരും സമ്മതിച്ചൊരു കാര്യമാണ്. അച്ഛന് കിട്ടിയ ആ അറിവും ആ അനുഭവ സമ്പത്തും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ലൊരു ഗ്രന്ഥമാണ് ഗൈഡ് ടു ദി ഹോളി ലാൻഡ്. ഇതിനു മുമ്പ് ഹോളി ലാൻഡ് പോയവർക്ക് ഒരു ഓർമ്മ പുതുക്കലും ഒരിക്കലും പോയിട്ടില്ലാത്തവർക്ക് ഇതൊരു നല്ല ഗൈഡുമായിരിക്കും. അഞ്ചാമത്തെ പുസ്തകം ദി ഏഞ്ചൽസ് ആൻഡ് ദെയർ മിഷൻ. ഈ പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏഞ്ചൽസിന് ഒരു മിഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? വായനക്കാർക്കായി ഞാൻ ആ ഭാഗം എഴുതുകയാണ്. ഈ പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഹിസ് ഹോളിനെസ് ബസേലിയസ് മാർത്തോമാ പൗലോസ് II ബാബാ തിരുമേനിയുടെ സന്ദേശം ഓരോ പുസ്തകത്തിനും പ്രത്യേക
പ്രത്യേകം ലഭിച്ചു എന്നുള്ളതാണ്. ആ സന്ദേശം ഓരോ പുസ്തകത്തിന്റെയും ആദ്യത്തെ പേജിൽ തന്നെ ആലേഖനം ചെയ്തിരിക്കുന്നു. അതുപോലെ അമേരിക്കൻ ഭദ്രാസനാധിപൻ സക്കറിയാസ് മാർ നിക്കോളാവോസ് തിരുമേനിയുടെ അനുഗ്രഹാശംസകളും ഈ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഈ 5 പുസ്തകങ്ങളുടെയും അവതാരിക എഴുതാനും അറിയണ്ടേ? മറ്റാരുമല്ല, ഇന്ന് ഈ വേദി അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. ഇരട്ടി മധുരം എന്നതുപോലെ ഇന്ന് ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുവാൻ നിയുക്തനായിരിക്കുന്നതും അഭിമന്യനായ തിരുമേനിയാണ്. അച്ഛൻ എഴുതി തീർത്ത 5 പുസ്തകങ്ങളെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം വിമർശിച്ചത്. പക്ഷേ അച്ഛൻ ഇന്നും പണിപ്പുരയിലാണ്, എഴുത്തിന്റെ പണിപ്പുരയിൽ അച്ഛൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അച്ഛൻ്റെ ആറാമത്തെ പുസ്തകത്തിന്റെ രചനയിലാണ് ഇപ്പോൾ. നമുക്ക് ഏവർക്കും അറിയാം, അച്ഛന്റെ പിതാവും ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകം നമ്മൾ ഒട്ടുമക്കാലങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ്. പൈതൃകമായി അച്ഛൻ ലഭിച്ച ഈ താലന്ത് അച്ഛൻ വേണ്ടവിധം തന്നെ ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മനുഷ്യൻ മൺമറഞ്ഞാലും അവന്റെ സൃഷ്ടി ഒരിക്കലും മരിക്കുന്നില്ല. മനുഷ്യന്റെ ആയുസ് 70 അല്ലെങ്കിൽ 80, പക്ഷേ അവന്റെ സൃഷ്ടി, അവന്റെ കൃതികളോ കൽപ്പാന്തകാലത്തോളം നിലനിൽക്കും. വേരി റവൻ ഡോക്ടർ വർഗീസ് കാന്തോട്ടം കോറപ്പിസ്കോപ്പായുടെ പേര് അങ്ങനെ നിലനിൽക്കത്തക്കവണ്ണം അച്ഛന്റെ അറിവിന്റെ ഭണ്ഡാരത്തിൽ നിന്നും ഇനി ധാരാളം കൃതികൾ ഈ വിശ്വാസ സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇത്രയും സമയം ക്ഷമയോടെ കാത്തിരുന്ന ആ സുവർണ നിമിഷത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ 5 പുസ്തകങ്ങളുടെയും പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ പുസ്തകമായ ദി ഹോളി കുർബാനയുടെ ആദ്യ കൃതി ഏറ്റുവാങ്ങുന്നതിനായി ചുവന്ന കുപ്പായമില്ലാത്ത, തടിച്ചു മാലയില്ലാത്ത, തേജസ്വിയായ മുഖമുള്ള വന്ധ്യവൈദികൻ വെരി റവറൻഡ് ഫാദർ ടി.എം. സക്കറിയ കോറപ്പിസ്കോപ്പായെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ഇൻഷുറൻസ് മിസ്റ്റർ റോയ് സി തോമസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഞ്ചാമത്തെ പുസ്തകമാണ്. ഇത് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന അവസാനത്തെ പുസ്തകമാണ്, പക്ഷേ അച്ഛൻ്റെ അവസാനത്തെ പുസ്തകമല്ല. ഈ അഞ്ചാമത്തെ പുസ്തകം ദി ഏഞ്ചൽസ് ആൻഡ് ദെയർ മിഷൻ. ഈ പുസ്തകത്തിന്റെ ആധിപത്യം ഏറ്റുവാങ്ങുന്നതിനായി സെന്റ് ബെസേലിയസ് ഇടവാങ്ങുന്നു നമുക്ക് ഏവർക്കും പ്രിയങ്കരമായ എബ്രഹാം ബി തോമസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുണ്യകർമ്മം നിർവഹിച്ചതിന് ഞങ്ങൾ ഇടവകയുടെ അതീതമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇപ്പോൾ ഈ പ്രകാശനം ചെയ്യപ്പെട്ട ഈ 5 പുസ്തകങ്ങളും ഒരു സെറ്റായി ഇവിടെ വന്ന എല്ലാവർക്കും ലഭിക്കുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്നു. അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് അച്ഛൻ്റെ ഒരു സർവീസാണ്. ഇതിന് ഈ പുസ്തകത്തിന് വിലയിട്ടിട്ടില്ല, പക്ഷേ ഇതിവിടെ പ്രിന്റ് ചെയ്തതുകൊണ്ട് ഇതിന് ഒത്തിരി പ്രിന്റിംഗ് കോസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിന്റിംഗ് കോസ്റ്റ് എന്ന നിലയിൽ മാത്രം ഈ 5 പുസ്തകത്തിനും കൂടി $20 വിലയിട്ട് വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും ലഭിക്കത്തക്കവണ്ണം ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ യൂത്ത് മെമ്പേഴ്സ് ലഞ്ച് സമയത്ത് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. Thank you, Lizzie Auntie, for those really amazing words. Just a brief description about her. She is our church's vice principal. She's very Lizzie Auntie for presenting her books. Okay, so next we're going to have our secretary and our treasurer come up and present the plaque to us. Before I give the plaque to our Reverend, on behalf of our committee and our church, I would like to read these beautiful words on this plaque. This is in reference to Reverend Dr. Vargas Namtotal Corpuscopa. In appreciation of your 43 years of faithful service in the ministry of our Lord, presented by the members of St. Basilius Church, Elmont, on September 13, 2014. പ്രോഗ്രാമിൻ്റെ സമാപനത്തിൽ ഇന്നയോളം തന്നെ നടത്തിയ ദൈവത്തെ സ്തുതിച്ച് 2 കീർത്തനങ്ങൾ പാടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ റിപ്ലൈ സ്പീച്ച് പാടുന്ന ആഗ്രഹിക്കും. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും അഭിയായം. എന്നോടും കൊയറിനോടും ചേർന്ന്
കഴിവുള്ള എല്ലാ നൃത്തമിച്ച് പാടുകയും ചെയ്യാം.
ഈ ആള് കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു സമാധാനം ഇപ്പോഴുണ്ട്. ഈ 60 വയസ്സിൻ്റെ അതിനെ കുറിച്ച് പറഞ്ഞല്ലോ. നാട്ടിൽ ഞാനുള്ള സമയത്താണ് 60th ബർത്ത്ഡേയുടെ ആഘോഷം ഭാഗ്യസ്മരണായ പ്രസിദ്ധനായ ദിദിമോസ് ബാബ അധ്യക്ഷത വഹിച്ചാണ് യോഗം നടത്തിയത്. അപ്പോൾ അദ്ദേഹം എന്നെ സന്തോഷിപ്പിക്കാനായിരിക്കും നരച്ച തലമുട, ഈ നരച്ച മുടി, മീശയൊക്കെ അലങ്കാരമാണെന്ന് പ്രസിദ്ധ ബാബ ഒരു അലങ്കാര ഭാഷയിൽ വേദപുസ്തകത്തിൽ അത് എഴുതിയത് കൊണ്ട് കോട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ അതും കേട്ടപ്പോൾ അല്പം സന്തോഷം മനസ്സിൽ തോന്നി. ഈ ഭംഗിയുള്ളതൊക്കെയാണല്ലോ രൂപം എന്ന് മനസ്സിൽ കൂടി കടന്നുപോയി. പ്രിയമുള്ളവരെ, ഞാൻ ഈ സമയത്ത് ഈ സുദിനത്തിൽ ഭാഗ്യസ്മരണായ എൻ്റെ മാതാപിതാക്കളെ പ്രസംഗരൊക്കെയും അനുസ്മരിച്ചത് എനിക്ക് വളരെ അനുഭവങ്ങൾ പറഞ്ഞു. എൻ്റെ പിതാവിന് എല്ലാ യൂണിവേഴ്സിറ്റിയുടെ പങ്കാളിത്തം പാരസ്യം അതുപോലെ എല്ലാ പങ്കാളിത്തവും പറഞ്ഞപ്പോൾ ആത്മാവ് സത്യത്തിൽ സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ പിതാവ് സെമിനാരിൽ പഠിക്കുമ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതി, ഞാൻ നല്ല വൈദികൻ ആര് എന്ത് ചെയ്യുന്നൊരു ആർട്ടിക്കിൾ എഴുതിയത് ഞങ്ങളൊക്കെ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സിനിമേനി മരിച്ചു കാലം ചെയ്ത പ്രസ്താവ സിനിമേനി ജോഷുവാച്ചന് അലസാറിൻ്റെ അച്ഛൻ ഇങ്ങനെയുള്ള സെമിനാരി ഫാക്കൽറ്റി ആ ആർട്ടിക്കിൾ വായിച്ച് മലങ്കര സഭയിൽ 1ാം സമ്മാനം എൻ്റെ ഫാദറിൻ്റെ ആർട്ടിക്കിളിനാകും. ഞാൻ അതുകൊണ്ട് എപ്പോഴും എൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമുണ്ട്. ഞാൻ വൈദികനായാൽ എന്ത് ചെയ്യും, വാട്ട് ഐ ഷുഡ് ഡു എന്നുള്ള ഒരു എൻ്റെ മനസ്സിൽ ആത്മാവ് എപ്പോഴും പറയിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇതോർത്തത് എൻ്റെ പിതാവായ ലാന്തോട്ടത്തിൽ PG ജോർജ്, എൻ്റെ അമ്മ പടിഞ്ഞാറാണ് ചെന്നമ്മ ജോർജ്, അവരുടെ ആത്മാക്കളുടെ തകളെ ഉണക്കി അവരുടെ സ്മരണയെ അനുസ്മരിക്കുന്നു. അതുപോലെ 1971 എന്നെ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിയ ശമാശ പട്ടവും അച്ഛൻ്റെ പട്ടവും അങ്ങനെ വലിയ പദവികളിലേക്ക് വിളിച്ച് എനിക്കെല്ലാം അനുഗ്രഹിച്ച തുമ്പോൺ ഭദ്രാസാദിതനായിരുന്ന ദാനിയൽ മാർക്കിലസ് സിരിമേനി, അദ്ദേഹം സിൻഡഡ് സെക്രട്ടറിയാണ്. എല്ലാ രീതിയിലും സഭയുടെ നേതൃത്വം കൊടുത്ത അവധി തിരുമേനിയിൽ നിന്നും ആ വിശുദ്ധ പിതാവിനെ ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുന്നു. അതുപോലെ 1971 ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്നെ ഭാഗ്യവിദ്യാസത്തിൽ അയച്ചത് വട്ടക്കുന്നിൽ ബാബായാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് MA പഠിക്കുന്നതിന് അങ്ങനെ 1971 ബഹുമാനപ്പെട്ട സക്രിയാച്ചനും ദിദിമോസ് ബാബായും അങ്ങനെ പ്രകൃതിയിലൊക്കെ അവിടെ MA പഠിച്ച സ്ഥലത്ത് തന്നെ റെസിഡൻസ് പ്രീസ്റ്റായിട്ട് പോയി കുടുംബസഹിതം സേവനമനുഷ്ഠിക്കാൻ വേണ്ടി മിഷണറി വേദവയുടെ സ്പിരിറ്റിൽ 1971 കടന്നു ചെന്ന് ജീവിച്ച അനുഭവങ്ങളൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു. ആ പരിസ്ഥിതനായ ബാബായെ ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുന്നു. അതിനുശേഷം പ്രത്യേകിച്ച് വന്നിട്ടുള്ള ബസേലിയോസ് മാത്യൂസ് ദിദിയും ബാബ, ഈ പിതാക്കന്മാരോടൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള പല ഭാഗ്യങ്ങളും, അതുപോലെ കടന്നുപോയ ബസേലിയോസ് ദിദിമോസ് ബാബ, അതുപോലെ ഇപ്പോൾ സഭയിൽ നയിക്കുന്ന ഞങ്ങളുടെ സെമിനാരി മീറ്റായിരുന്ന ഇപ്പോഴത്തെ വിശുദ്ധ കാതോലിക്ക മാർത്തോമ വിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസക്കൻ ബാബ തിരുമേനി, അങ്ങനെ സഭാപിതാക്കന്മാരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വളർന്നു വരുന്നതിന് യോജിച്ച് പ്രവർത്തിക്കുന്നതിനും ദൈവ അവസരങ്ങൾ നൽകി. അതുപോലെ അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ ചുക്കാൻ പിടിച്ച ഡോക്ടർ തോമസ് മക്കോറിയോസ് തിരുമേനിയുമായിട്ട് ഒന്നിച്ച് സഹവസിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ദൈവ അവസരം നൽകി. അതുപോലെ അമേരിക്കൻ ഭദ്രാസനത്തിലേക്ക് ഞാൻ വന്നപ്പോൾ എന്നെ സന്തോഷം സ്വീകരിച്ച് എൻ്റെ ഗുരുഭൂതനും അമേരിക്കൻ മെത്രാപ്പൊലീത്തയുടെ അധികാരിയായിരുന്ന അഭിനന്ദനായ ഭാഗ്യവാനായ ഭർണവാസ് തിരുമേനി, അദ്ദേഹമാണ് 30 വർഷത്തെ സഭാ സേവനത്തിൽ ആദരിച്ചുകൊണ്ട് എന്നെ അമേരിക്കയിൽ വെച്ച് കോർപ്പസ് പാപ്പ സ്ഥാനം വന്ന വലിയ അനുഗ്രഹമായ അമേരിക്കയിൽ വെച്ചാണ് ആസൂത്രണം നടന്നിട്ടുള്ളത്. ഈ പിതാക്കന്മാരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. കൽക്കട്ട ഭദ്രാസനത്തിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പലരും ആ ഭദ്രാസനത്തിൽ കാണും. അന്ന് അതിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്ന അഭിനന്ദ ഡോക്ടർ സ്തേഫാനോസ് മാർ തെഡോഷ്യസ് ബിലായി കത്തീഡ്രൽ, കൽക്കട്ട ഡയസിൻ്റെ മെയിൻ കത്തീഡ്രൽ ബിലായാണ്. ആ കത്തീഡ്രൽ പള്ളിയിലേക്ക് എന്നെ വികാരിയാക്കി. കോളേജിൻ്റെ NGO കോളേജിൻ്റെ ചെയർമാൻഷിപ്പ് തിരുമേനി ബിലായിൽ താമസിക്കുകയും ഞങ്ങൾ ഒന്നിച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് അങ്ങനെയുള്ള ബന്ധങ്ങളുമൊക്കെ
ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുന്നു. അതുപോലെ സെമിനാറിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുഭൂതൻ പിൽക്കാലത്ത് തിരുമേനിയൊക്കെ ഓർപ്പിച്ചതുപോലെ പ്രിൻസിപ്പൽ ആയി പ്രവർത്തിച്ച ഡോക്ടർ ലേറ്റ് പോൾ ഗ്രിഗോറിയസുമായിട്ടുള്ള ആ ബന്ധം, അത് മരിക്കുന്നതിനും വരിക ആ ബന്ധം. ഞാൻ ന്യൂഡൽഹി കത്തീഡ്രൽ അദ്ദേഹം മരിക്കുന്നു. ആ ബന്ധങ്ങൾ എന്ന മരണം വരെയും ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും ഓർത്ത് ജീവിക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ പള്ളി ന്യൂഡൽഹി കത്തീഡ്രൽ പള്ളി ഞാൻ ദുബായിലെ സേവനം കഴിഞ്ഞപ്പോൾ തിരുമേനിയെ ന്യൂഡൽഹി കത്തീഡ്രൽ വികാരിയായി വിളിക്കുകയും അവിടുത്തെ സേവനത്തിൽ സെൻറ്റ് പോൾ സ്കൂൾ ക്യാപിറ്റലിലെ ചെയർമാൻഷിപ്പ് റെസ്പോൺസിബിൾ ജോബ്, ഈ അനുഭവങ്ങളൊക്കെ ഈ പിതാക്കന്മാരെ ഈ സമയത്ത് ഞാൻ ആദരവോടും ഓർപ്പിക്കുന്നു. വാത്സല്യ ഭാചനങ്ങളെ, പ്രിയപ്പെട്ട വലിയ ശ്രേഷ്ഠരെ, ഇന്ന് ഈ മഹകർമ്മത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിമന്യ ഗ്രിഗോറിയസ് തിരുമേനി മാനേജിംഗ് കമ്മിറ്റി കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേകമായി ഈ ദിവസത്തിൽ യാത്ര ചെയ്ത ഈ പ്രോഗ്രാമിൽ നേതൃത്വം കൊടുക്കുന്നതിന് വന്നു എന്നുള്ളത്, ദുഃഖപ്രകാശനം ചെയ്തു എന്നുള്ളത് വലിയ അനുഗ്രഹമായി. ഞങ്ങൾ സെമിനാരിയിലെ ഒരു ബെഞ്ചിൽ പഠിച്ചത്, ഞങ്ങളുടെ പിതാക്കന്മാർ സുവിശേഷങ്ങൾ ചെയ്തത്. അങ്ങനെ ഭാവിയിൽ തിരുമേനിയോ ഓർപ്പിച്ചതുപോലെ രണ്ട് വേദികളിൽ നിന്നുകൊണ്ട് സഭയെ സേവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അഭിമന്യ തിരുമേനിയുടെ ഈ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. കൂടാതെ ഈ 5 പ്രകാശനം ചെയ്ത ബുക്ക് എൻ്റെ 10 വർഷത്തെ അധ്വാനമാണ്. ഡോക്ടറേറ്റ് ഒരു സ്വപ്നമായിരുന്നു. 60-ാം വയസ്സിൽ ഒരു ചലഞ്ചബിൾ 60 വയസ്സാകണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. സോ ഐ ജോയിൻ സെമിനാരി. അന്ന് ഡേ സ്റ്റുഡൻ്റായിട്ട് ഞാൻ ബാങ്കിൽ ജോലി ചെയ്ത സമയത്ത് അവർ അവധി തന്ന് ആഴ്ചയിൽ 2 ദിവസം സെമിനാരി ഡേ സ്റ്റുഡൻ്റായിട്ട് പഠിച്ച് 60-ാം വയസ്സിൽ 2.5 വർഷക്കാലം ഡേ സ്റ്റുഡൻ്റായിരുന്നു. ബാങ്കിൽ ജോലി പണമുണ്ടാക്കി പഠിച്ച് അത് കഴിഞ്ഞപ്പോൾ ഈ അധ്വാനം മുഴുവനും ദൈവമേ, മെയിൻ ഡോക്ടറേറ്റ് കോഴ്സ് എന്ന് പറയുന്നത് വാട്ട് ടു ഡു ഇൻ യുവർ മിനിസ്ട്രി. എൻ്റെ മനസ്സിൽ കടന്നുപോയി ഇത് അഗാധമായ ഒരു അറിവിലേക്ക് പോയതുകൊണ്ട് ടു പബ്ലിഷ് അങ്ങനെ രാവും പകലും ഓഫ് കോഴ്സ് അധ്വാനിച്ചത്. എൻ്റെ കുടുംബമാരി മക്കള് ഇതെല്ലാം വീട് തന്നെ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട്. രാത്രി 2:30-3 വരെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഞാൻ കമ്പ്യൂട്ടർ അഭ്യാസം ചെയ്യുക. ഫൈനലി ആ ഡോക്ടറേറ്റിന് ശേഷം ഒരു പേരിൻ്റെ മഹിമയ്ക്കായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത്. പിന്നെയോ അത് എൻ്റെ ജീവിതം അടുത്ത 70 വയസ്സാകുമ്പോഴേക്ക് അതൊരു സ്മരണയായി 5 ബുക്ക് പ്രകാശനം ചെയ്യുമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്ത് ചെയ്തത്. അഭിമന്യ തിരുമേനി അതിനാണ് എന്നെ 5 ബുക്കിലേക്ക് തിരുമേനി കടന്നുപോയി വായിച്ചു. ഈസി ആയിരുന്നില്ല. എൻ്റെ ലാംഗ്വേജ്, പ്രസൻറ്റേഷൻ അതൊക്കെ അബോധ്യപ്പെടുവാൻ തന്നെ തിരുമേനി പ്രദോഷിച്ചു, അഡ്വൈസ് ചെയ്തു, റിയലൈറ്റ് മെനി ടൈംസ്. ഈ തിരുമേനിയാണ് അതിൻ്റെ അനുഗ്രഹങ്ങളായ ഫോർവേഡ് തന്ന് അത് കറക്റ്റ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ബുക്കിനെ എല്ലാം അടിസ്ഥാനം തന്ന വന്ന തിരുമേനി നിങ്ങളുടെ ഈ ഏറ്റവും വലിയ പ്രസൻസ് ഈ മണ്ഡലത്തിന് ഒക്കെ മൻഗിരുന്നത്. അതുപോലെ പരിശുദ്ധ ബാബ തിരുമേനി 5 ബുക്സും അദ്ദേഹത്തിൻ്റെ ഓഫീഷ്യൽ ലെവലിൽ അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് വായിക്കുകയും പരിശുദ്ധ ബാബ തിരുമേനി അതെല്ലാം കണ്ടിട്ട് അനുഗ്രഹം പ്രാർത്ഥിച്ച സഭയ്ക്ക് മുഴുവനും മുതൽക്കൂട്ടായിട്ട് പരിശുദ്ധ ബാബ തിരുമേനി ഓരോ ബുക്കിനും പ്രത്യേകമായ ആശംസകളും കൽപ്പനകളും ബാബ അതിന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മെത്രാപ്പൊലീത്ത അഭിനന്ദനായ നിക്ലോസിന്റെ അനുഗ്രഹങ്ങളും ആശംസകളും ബുക്കിലുണ്ട്. തിരുമേനിയുടെ ഫോർവേഡും അതിനുണ്ട്. എല്ലാത്തിനും അതിന് ബുക്കിനെ പ്രവർത്തിച്ച എൻ്റെ ഈ ടൈപ്പിനൊക്കെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ സാധിച്ച സോണി ഓമന്, അതുപോലെ ഈ ബുക്കിൻ്റെ കവർ ഡിസൈൻ നിങ്ങൾ കണ്ടാൽ എത്ര ബ്യൂട്ടിഫുള്ളാണ് കവർ ഡിസൈൻ. പ്രിൻറ്റിങ് അമേരിക്കയിൽ ചെയ്യും. എക്സ്പെൻസീവ് ആണെങ്കിലും അത് കിട്ടുന്നവർക്ക് അത് ലൈഫ് ലോങ് അസറ്റ് ആകട്ടെ ഞാൻ വിചാരിച്ചു ഈ ബുക്കുകൾ. സോ അതുകൊണ്ട് കവർ ഡിസൈൻ ചെയ്തത് നമ്മുടെ അജിതാണ്, ന്യൂജേഴ്സിയിൽ അജിത്. അതുപോലെ ഇത് പ്രിൻറ്റിങ് ചെയ്തത് നമ്മുടെ സിബുവാണ്. നിങ്ങളുടെ ആ ബുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ മനോഹരതയും അതിൻ്റെ ലേബലും അത് അവരോടെല്ലാം ഉള്ള നന്ദി. ഇന്ന് പ്രകാശനത്തിന് സഹായിച്ച നിസ, അതുപോലെ പ്രകാശനത്തിൽ സ്വീകരിച്ച പ്രിയപ്പെട്ട നീരാങ്കലച്ചൻ,
റോസി പൂവത്തൂര്, തമ്പി, അതുപോലെ റോയി തോമസ്, എല്ലാവരോടുള്ള സ്നേഹാദരവുകൾ ഈ സമയത്ത് ഞാൻ അർപ്പിച്ചുകൊള്ളട്ടെ. ഇനി ഈ മതസമൂഹത്തിൽ എത്തി എഴുന്നള്ളിയ അഭിനന്ദ ജൂലിയോസ് തിരുമേനി അദ്ദേഹം പ്രസംഗിച്ചത് ഞാനും അമേരിക്കയിൽ വന്ന നാൾ മുതൽ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. തിരുമേനി പറഞ്ഞ ആ ചിക്കാഗോ പള്ളിയിൽ അമേരിക്കയിൽ വന്നപ്പോൾ എന്നെ തമ്പിയച്ഛന് അവിടെ 2-3 ആഴ്ചകൾ താമസിപ്പിച്ച് ആ വികാരത്തിൽ എത്തിക്കാൻ ശ്രമിച്ചത്. അന്ന് എൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് അല്പം കേട്ടസ് ഉണ്ടായിരുന്നു പോകുന്നത്. ആ സ്ഥാനത്തേക്കാണ് പിന്നെ നാട്ടിൽ നിന്നും ഇങ്ങനെ പഠിക്കാൻ അച്ഛന്മാരെ കയറാൻ തീരുമാനമാണ്. അങ്ങനെ ഭാഗത്തിലാണ് ജൂലിയോസ് തിരുമേനി അമേരിക്കയിലെ ചിക്കാഗോയിൽ പഠിക്കാൻ വരുന്നത്. ആ തമ്പിയച്ഛൻ ഇന്ന് വായിച്ചുകൊണ്ട് തിരുമേനി ചിക്കാഗോയിൽ വന്ന നാൾ മുതൽ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം കാത്ത് സൂക്ഷിച്ചു. തിരുമേനി കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡന്റ് പ്രസംഗത്തിൽ ഞാൻ ക്ഷണിക്കുകയും തിരുമേനി സംബന്ധിക്കുകയും തിരുമേനിയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് ഈ യോഗത്തിലേക്ക് തിരുമേനി സന്തോഷം ഞാൻ ക്ഷണിക്കുകയും തിരുമേനി വന്ന് അതിൽ സംബന്ധിക്കുകയും ചെയ്തു എന്നത് സന്തോഷം. ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കുന്നു. ഈ മകർക്കർമ്മം എൻ്റെ പ്രിയപ്പെട്ട എൽമണ്ട് സെൻറ്റ് ബെസേലിയോസ് പള്ളിയാണ് ചെയ്തുകൊണ്ടിട്ടുള്ള സ്നേഹാദരവുകളാണ്. ഓരോ വ്യക്തികളും ഇടപെടൽ ട്രസ്റ്റി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഈ പ്രോഗ്രാമിൽ ചുറ്റാൻ പഠിക്കുന്ന പ്രത്യേക കമ്മിറ്റി, എൻ്റെ കമ്മ്യൂണിറ്റീസായ ജോമോൻ മിനി, ഫുഡിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഭംഗിയാക്കിയ ഷാജി, ഓൾട്ടർ ഫയർ ക്രമീകരണ ജോസഫ്, അങ്ങനെ എല്ലാ വ്യക്തികളും പേര് ചെല്ലുമ്പോൾ ആ ഓരോ വ്യക്തിക്കും പേര് അറിയിക്കുന്നവരാണ്. സമയം ചുരുക്കം എല്ലാ ക്രമീകരണം ചെയ്ത പ്രിയപ്പെട്ട നിങ്ങളോടെല്ലാമുള്ള സ്നേഹങ്ങളും വാത്സല്യങ്ങളും പ്രാർത്ഥനകളും ഞാൻ അറിയിക്കുന്നു. ഈ മനോഹരമായ ദേവാലയം കാഴ്ചവെച്ച ഈ മലങ്കര സെന്റ് പോൾ ഡി പോൾ ചർച്ചിൻ്റെ അധിപനായിരിക്കുന്ന ഡോക്ടർ തോമസ് മാർ യോസൂസ് തിരുമേനി, അതുപോലെ ബഹുമാനപ്പെട്ട അച്ഛനോടുണ്ടായിരുന്ന സത്യം ആന്റണി അച്ഛന്, സാബു ലൂക്കോസ് അച്ഛന്, ഇവരൊക്കെയുള്ള ഒരു പ്രത്യേക ബന്ധങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ മനോഹരമായ ദേവാലയം നമുക്ക് അനുവദിച്ചത്. ആദ്യമായിട്ടാണ് ഈ പള്ളിക്ക് പുറത്ത് ഒരു ദേവാലയം കൊടുക്കുന്നത്. പിന്നെ തിരുമേനിയിൽ ചിക്കാഗോയിൽ പോയതുകൊണ്ടാണ് സംബന്ധിക്കാതെ പോയത്. പിന്നെ ഈ ഈ ഭദ്രാസനത്തിൻ്റെ അധിപൻ, ഇതിൻ്റെ എല്ലാം അധിപനായിരിക്കുന്ന ആ പിതാവിനോടും സത്യമച്ഛനോടും ദേവരാജോസോടും ഞാനും എൻ്റെ ഇടവകയും എന്നിവരും കടപ്പെട്ടവരാകുന്നു എന്ന് ഓർക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സമയത്തിൻ്റെ ദൗത്യം കൊണ്ട് ഞാൻ നീട്ടമായിട്ട് കൊണ്ടുപോകുന്നില്ല. എന്തെങ്കിലും ഈ തെറിയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, സമയം പോയതുകൊണ്ട്. ഈ മഹത്കർമ്മത്തിൽ വന്ന് അനുഗ്രഹിച്ച എല്ലാവരും എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഓർമ്മ ഉള്ള സമയം വരെ നിങ്ങളെ ഞാൻ പ്രാർത്ഥന വായന ഓർത്തിരിക്കും. ക്ഷണിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അന്യരായിട്ടല്ല, എൻ്റെ അസോസിയേറ്റഡ് ആളുകൾ മാത്രമാണ് വന്നുകൂട്ടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠരോടും പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും എല്ലാവരോടുള്ള ഭക്തിയും സ്നേഹവും വാത്സല്യം അറിയിച്ചു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Achin, there is a reason why there is a big turnout here today and so many speakers on your behalf. It's because we all love you so much, Achin, and I really hope you had a great time and enjoyed your day. I'd like everyone to give a big round of applause for our main Achin, the dearest Conrad. I now call upon Mr. Saju Varghese to the stage to give a vote of thanks. സമയമൊക്കെ വൈകിയിരിക്കുന്നു എന്നറിയാം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചോളാം. ഏറ്റവും ആദരണീയരായ തിരുമേനിമാർ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സുഹൃത്തുക്കളെ, എൻ്റെ കടമയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഇതുപോലൊരു സുദിനം പ്രദാനം ചെയ്ത, ഇതുപോലെ ഒരുമിച്ച് കൂടുവാൻ അവസരം തന്ന ത്രിയേക ദൈവത്തിന് നന്ദി പറയുന്നു. നാം എല്ലാം സാക്ഷ്യം വഹിച്ചതുപോലെ 2 പിതാക്കന്മാരാണ് ഈ ചടങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്തുകൊണ്ടും നമുക്ക് ലഭിച്ച ഒരു ഭാഗ്യം തന്നെയാണ്. പല പല കാര്യങ്ങളുണ്ടായിട്ടും ഒരു പ്രത്യേക താല്പര്യമെടുത്ത് ഇതിന് സമയം കണ്ടെത്തി ഇവിടെ വരികയും നമ്മളോട് എല്ലാവിധമായി സഹകരിക്കുകയും
എല്ലാവിധ ആശീർവാദങ്ങളും തന്ന് ഇതിനെ മനോഹരമാക്കുകയും ചെയ്ത തിരുമേനിമാരോടുള്ള കടപ്പാട് വലുതാണ്. അതുകൊണ്ട് സെൻറ് ബേസിലിയസ് ഇടവകയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പൊലീത്തയായ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിക്കും അഹമ്മദാബാദ് മെത്രാപ്പൊലീത്തയായ ഗീവർഗീസ് മാർ ജൂലിയസ് തിരുമേനിക്കും ഇടവകയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഇവിടെ സമീപ ഇടപെടലിൽ നിന്നും അതുപോലെ തന്നെ അച്ഛന് പേഴ്സണലായി ബന്ധമുള്ളവരും ആയി വന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും കോറെപ്പിസ്കോപ്പമാർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ചെറിയ ഇടവകയ്ക്ക് വേണ്ടി അവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ ഗസ്റ്റായിട്ട് അച്ഛൻ്റെ സുഹൃബന്ധത്തിൽ നിന്നും അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നും ധാരാളം പേർ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഈ അവസരത്തിൽ ഇടവകയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് മറക്കാൻ പറ്റാത്ത ചില സഹകരണങ്ങൾ ഇടവകയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ലൂതറൻ ചർച്ച്, അതായത് ഞങ്ങൾ സമീപം ലൂതറൻ ചർച്ച്. അവിടെ 2 പള്ളികളും നിങ്ങൾ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ ശ്രദ്ധിച്ചു കാണും. അത് രണ്ടും ചെയ്തു തന്ന ലൂതറൻ ചർച്ച്. അവിടുത്തെ പാസ്റ്റർ ജോൺ മക്കൻസിക്കും ഇടവകയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ഈ ദേവാലയം ഈ വേദി ഒരുക്കി തന്ന മലങ്കര കാത്തലിക് ചർച്ച്, അതായത് വിൻസെന്റ് ഡി പോൾ കാത്തലിക് ചർച്ച്, ഏറ്റവും അവിസ്മരണീയമായ ഈ സന്ദർഭം ഒരുക്കി തന്നതിന് ഇടവകയ്ക്ക് അവരോടുള്ള കടപ്പാട് വലുതാണ്. അതിനുവേണ്ടി ഇവിടുത്തെ ബിഷപ്പ്, ഈ പള്ളിയിലെ ഈ സഭയുടെ ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ യൂസേബിയസ് തിരുമേനി, ഇവിടുത്തെ വൈദികർ സത്യൻ ആന്റണി അച്ഛൻ, എബ്രഹാം ലൂക്കോസ് അച്ഛൻ എന്നിവർക്കും ഇടവകയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ഞങ്ങളെ പല രീതിയിലും സഹായിച്ച, ഇവിടെ വന്ന് വീഡിയോ കവർ ചെയ്യുകയും അതുപോലെ സൗണ്ട് സിസ്റ്റത്തിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്ത ഏതാനും വ്യക്തികളാണ്. അവർക്ക് വേണ്ടി ഇടവകയ്ക്ക് വേണ്ടി സൗണ്ട് സിസ്റ്റം ചെയ്ത അനൂപ് ബനർജി, അതുപോലെ തന്നെ വീഡിയോ കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത സോളിഡ് ആക്ഷൻ അതിലെ ഷാജി ആൻഡ് ജേക്കബ് എന്നിവർക്ക് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഈ ഇവന്റ് ഇത്രയും സക്സസ് ആക്കുവാൻ അക്ഷീണം പരിശ്രമിച്ച 2 വ്യക്തികളുണ്ട്. അവർ മറ്റാരുമല്ല, ഞങ്ങളുടെ ഇടവകയിലെ ഞങ്ങളുടെ ജോമാൻ, അതായത് ചെറിയാൻ ജോർജ്, അതുപോലെ തന്നെ മിനി വർഗീസ്. ഇവർ 2 പേരാണ്. വളരെ നാളത്തെ ശ്രമം, വളരെ നാളത്തെ പരിശ്രമം. അതുകൊണ്ടാണ് ചെറിയ ആണെങ്കിലും ഒരു ഇടവകയ്ക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത്. പക്ഷേ അവരോടൊത്ത് തോളോട് ചേർന്ന് പ്രവർത്തിച്ച ഇടവകയിലെ നല്ലൊരു ശതമാനം ആളുകളും ഇപ്പോഴുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ജോമോനും മിനിക്കും ഇടവകയുടെ നാമത്തിൽ അച്ഛൻ്റെ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 43 മെമ്പേഴ്സുണ്ട്. മെമ്പേഴ്സ് ഗസ്റ്റ് ഉൾപ്പെടെ. അത് ഞാൻ എടുത്തു പറയാൻ കാരണം അച്ഛൻ പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങിയിട്ട് 43 വർഷമാവുകയാണ്. പല രീതിയിലും ഏതൊരു കാര്യമാണ്, ഏതൊരു ചെറുതും വലുതുമായ കാര്യങ്ങൾ ഒരുമിച്ച് സഹകരിക്കുന്ന, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവണത, അതാണ് ആ ഇടവകയുടെ മുതൽക്കൂട്ട്. അതിലേക്ക് ചുക്കാൻ പിടിക്കുന്ന അച്ഛനാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് ആ ഇടവകയിലെ ഓരോ മെമ്പറും എൻ്റെ പേര്, അച്ഛൻ്റെ പേര് നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇടവകയിലെ 43 മെമ്പേഴ്സിന് വേണ്ടി അച്ഛന് 43 ജന്മദിനാശംസകൾ, 43 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് അച്ഛൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇടവകയ്ക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്നും ഇത് ഇടവകയ്ക്ക് ലഭിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. നന്ദി, നമസ്കാരം. He's so patient to help us for the video, the microphone, and the video friends. We are thanking you very much.
എല്ലാവരും താഴെ ഫുഡ് ഓർഡർ താഴെ താഴോട്ട് പോയിട്ട് ഫുഡ് കഴിച്ച് അനുഗ്രഹമായിട്ട് പിരിഞ്ഞു പോകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും. ആകാശവും ഭൂമിയും വിശുദ്ധ കുർബാനയിൽ ഈ സപ്തതിക്ക് സംഗമത്തിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് സപ്തതി ആഘോഷിച്ച് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച വന്യ വർഗീസ് പ്ലാത്തോട്ട് പുറത്തും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും അവരുടെ കുട്ടികൾക്കും ദൈവം തമ്പുരാൻ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ കൊടുത്ത് തുടർന്ന് കുടുംബമായ ശുശ്രൂഷ നിറപടിയായി നിറവേറ്റുവാൻ ദൈവം തമ്പുരാൻ കടാക്ഷിക്കും. സത്യവിശ്വാസത്തോടെ നമ്മൾ നിന്ന് കടന്നു പോയിരിക്കുന്ന പരേതരെ ദൈവം തമ്പുരാൻ പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയും ബലഹീനങ്ങളും കുറവുള്ളവയുമായ ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ ശുശ്രൂഷകൾ ഉന്നതമായ നിന്റെ സിംഹാസനത്തിന് മുൻപായി കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ ഭവിക്കുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. കുട്ടിനുള്ള പ്രാർത്ഥന. ദൈവമുള്ളവരെ, താഴെ 300-ലധികം ആളുകൾ ഒരേ സമയത്ത് ഇരുന്ന് ഫുഡ് കഴിക്കാം. ആരും പള്ളിയിലോട്ട് കയറി വരുന്ന ഫുഡിൻ്റെ പ്രാക്ടീസുമായിട്ട് പള്ളിയിൽ നമ്മൾ എല്ലാവരും ഇപ്പം തന്നെ വെക്കുകയും ചെയ്യണം. താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് എക്സിറ്റ് എല്ലാം അവിടെ കൂടെ തിരിഞ്ഞു പോയി ആരും ഫുഡുമായിട്ട് പള്ളിയിലേക്ക് കയറരുത് എന്ന് സ്നേഹം ഫുഡിനുള്ള ഭക്ഷിക്കാനും പാലിൽ നിന്നുള്ള ആഹാരത്തെയും എല്ലാ നന്മകളെയും അവർക്ക് നന്ദിയോടെ അന്വേഷിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അറിയാതെ എൻ നെഞ്ചിൽ ചേരും നേരം ഓർമ്മയിൽ പല നാളിൽ ഒരു താങ്ങായി തണലായി മാറി ഓർമ്മകൾ. അറിയാതെ എൻ നെഞ്ചിൽ ചേരും നേരം ഓർമ്മയിൽ പല നാളിൽ ഒരു താങ്ങായി തണലായി മാറി ഓർമ്മകൾ. നാളമായി നീ എന്നരികെ എന്നിടലാ എൻ കനവാ ശ്വാസമായിടനെഞ്ചിൽ തുടിക്കും താളമാ. അറിയാതെ എൻ നെഞ്ചിൽ ചേരും നേരം ഓർമ്മയിൽ പല നാളിൽ ഒരു താങ്ങായി തണലായി മാറി ഓർമ്മകൾ. കളിവെള്ളം തുഴയാ പൂവായി വിടരാൻ പൂമഴയായി പൊഴിയാ കാറ്റായി വീശാൻ കളിവെള്ളം തുഴയാ. ഇനി നാളമായി നീ എന്നരികെ ശ്വാസമായിടഞ്ചിൽ തുടിക്കും താളമാ. അറിയാതെ
ചേരും നേരം ഓർമ്മയിൽ പല നാളിൽ ഒരു താങ്ങായി തണലായി മാറി. അഴകേ മിഴിയെഴുതും മൊഴിയേ കിളി കൊഞ്ചും പാട്ടിൽ പുതുശ്രുതിയായി മാറാൻ ഇനി എന്നും നിഴലാ ഇണ ചേർന്നു നിൽക്കാനാ പുതു പുലരിയിലും അറിയാതെ എൻ നെഞ്ചിൽ ചേരും നേരം ഓർമ്മയിൽ പല നാളിൽ ഒരു താങ്ങായി തണലായി മാറി ഓർമ്മകൾ ഇനി എന്നും നിനവിൽ തിരിനാളമായി നീ എന്നരികെ എൻ നിഴലാ ശ്വാസമായിടനെഞ്ചിൽ തുടിക്കും താളമാ കനവിലും നീയല്ലേ നിലവിൽ കുളിരല്ലേ നീ നിഴലായി മായല്ലേ എൻ നെഞ്ചിൽ നീയല്ലേ കനവിലും നീയല്ലേ നിലവിൽ കുളിരല്ലേ നീ നിഴലായി മായല്ലേ 17 അഴകായി പടരും രാവാണ് പതിയെ വിരിയുന്ന പനിനീർ പൂവാണ് മുകിലായി പൊഴിയുന്ന സ്നേഹക്കടലാണ് കുയിലിൻ പാട്ടുള്ള മധുമൊഴി അഴകാണ് എൻ നെഞ്ചിൽ നീയല്ലേ കനവിലും നീയല്ലേ നിലവിൽ കുളിരല്ലേ നീ നിഴലായി മായല്ലേ ആദ്യം കണ്ടപ്പോൾ പ്രേമം തോന്നിപ്പോയി പിന്നെ കണ്ടപ്പോൾ ചൊല്ലാൻ മോഹിച്ചു മോഹക്കടലായി വന്നവളെ എന്റെ കിനാവിൽ വന്നവളെ മോഹക്കടലായി വന്നവളെ എന്റെ കിനാവിൽ വന്നവളെ നെഞ്ചിൽ ചായാൻ കൊതിയാകുന്നു എന്നും എന്നെന്നും ആ നെഞ്ചിൽ ചായാൻ കൊതിയാകുന്നു എന്നും എന്നെന്നും എൻ നെഞ്ചിൽ നീയല്ലേ കനവിലു നീയല്ലേ നിലവിൽ കുളിരല്ലേ നിഴലായി മായല്ലേ
കണ്ണുകളിൽ പെണ്ണെ നീയല്ലേ, എഴുതും കാവ്യങ്ങൾ എന്നും നിനക്കല്ലേ, സ്നേഹനിലാവായി പെയ്തവളെ, എന്റെ കിനാവിൽ വന്നവളെ, സ്നേഹനിലാവായി പെയ്തവളെ, എന്റെ കിനാവിൽ വന്നവളെ, നെഞ്ചിൽ ചായാൻ കൊതിയാകുന്നു എന്നും എന്നെന്നും, നെഞ്ചിൽ ചായാൻ കൊതിയാകുന്നു എന്നും എന്നെന്നും. ഇന്നെഞ്ചിൽ നീയല്ലേ, കനവിലും നീയല്ലേ, നിലവിൽ കുളിരല്ലേ, നിഴലായി മായല്ലേ, നെഞ്ചിൽ നീയല്ലേ, കനവിലും നീയല്ലേ, നിലവിൽ കുളിരല്ലേ, നിഴലായി മായല്ലേ. 17 അഴകായി പടരും രാവാണ്, പതിയെ വിരിയുന്ന പനിനീർപ്പൂവാണ്, മുകിലായി പൊഴിയുന്ന സ്നേഹക്കടലാണ്, കുയിലിൻ പാട്ടുള്ള മധുമൊഴി അഴകാണ്. എൻ നെഞ്ചിൽ നീയല്ലേ, കനവിലും നീയല്ലേ, നിലവിൽ കുളിരല്ലേ, നിഴലായി മായല്ലേ. കാണും മലരെ നിന്നെ, ഇനിയെന്നു കാണും അഴകെ നമ്മൾ, ഇനിയെന്നു കാണും മലരെ നിന്നെ, ഇനിയെന്നു കാണും അഴകെ നമ്മൾ, മനസ്സിൻ്റെ ഉള്ളിൽ മായാത്ത മുഖമായി, കരളിൻ്റെ പൂന്തോപ്പിൽ വാടാത്ത മലരായി, മനസ്സിൻ്റെ ഉള്ളിൽ മായാത്ത മുഖമായി, കരളിൻ്റെ പൂന്തോപ്പിൽ വാടാത്ത മലരായി, നീ എന്നുമെന്നുള്ളിൽ തെളിഞ്ഞു നിൽക്കും, നീ എന്നുമെന്നുള്ളിൽ വിരിഞ്ഞു നിൽക്കും. ഇനിയെന്നു കാണും മലരെ നിന്നെ, ഇനിയെന്നു കാണും അഴകെ നമ്മൾ. അന്നാദ്യം കണ്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പൂനിലാവായി നീ തെളിഞ്ഞു നിന്നു, നിൻമൊഞ്ച് കണ്ടപ്പോൾ അനുരാഗമെന്നിൽ അറിയാതെ എന്നുള്ളിൽ നിറഞ്ഞു നിന്നു. ഏതോ കിനാവിൻ്റെ തീരത്തു നമ്മൾ, ഏതോ യുഗത്തിൽ
പിരിഞ്ഞ പോലെ ഏതോ കിനാവിൻ്റെ തീരത്തു നമ്മൾ ഏതോ യുഗത്തിൽ പിരിഞ്ഞ പോലെ നിന്നെ എനിക്കേറെ ഇഷ്ടമായി നിന്നോടെനിക്കേറെ സ്നേഹമായി ഇനിയെന്നു കാണും മലരെ നീ